ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ക്ലാസ്സുകൾ നേടൂ. നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്തൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഒപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ കയറുക. അപ്പം വീണ്ടും രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നോക്കാം, ആദ്യത്തെ ഇഡിയം നമുക്ക് നോക്കാം. ടു സീ റെഡ്. ഇത് പ്രത്യേകം എടുത്ത് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് അർത്ഥം എന്തുമായിരിക്കും? ടു സീ എന്ന് വെച്ചാൽ എന്താ? കാണുക എന്നർത്ഥം. റെഡ് എന്ന് വെച്ചാൽ ചുവപ്പ്. അപ്പം ചുവപ്പിനെ കാണുക എന്നൊരു അർത്ഥമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുക. എന്നാൽ ഇവിടെ അർത്ഥമാക്കേണ്ടത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? ടു ബിക്കം ആംഗ്രി സഡൻലി, വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ടു സീ റെഡ് എന്ന് പറയുന്നത്. ടു ബി ഇൻ എ ബ്രൗൺ സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്? ടു ബി ഇൻ എ ഡ്രീമി ഡിസ്ട്രാക്റ്റഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അല്ലെ, വളരെ ഡ്രീമി ആയിട്ടുള്ള, ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള മനസ്സിന്റെ അവസ്ഥയാണ് നമ്മൾ ടു ബി ഇൻ എ ബ്രൗൺ സ്റ്റഡി എന്ന് പറയും. ടു മൂവ് ഹെവൻ ആൻഡ് എർത്ത്. ടു മൂവ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ടു ഡു എവറിത്തിങ് പോസിബിൾ ടു അച്ചീവ് വൺസ് എയിം. ഒരാളുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ, എന്തൊക്കെ സാധ്യമായ കാര്യങ്ങൾ ചെയ്യാമോ, അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ ടു മൂവ് ഹെവൻ ആൻഡ് എർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു കാൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്റ്റോപ്പ് വർക്കിംഗ്, അല്ലെ, വർക്ക് അവസാനിപ്പിക്കുക. അതിനാണ് നമ്മൾ ടു കാൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ടു വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. രാത്രി വൈകിയും ജോലി ചെയ്യുന്നതിനെ നമ്മൾ ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ആറാമത്തത് ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ? സഡൻലി, വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഓൺ ആൻ ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രേരണ എന്നർത്ഥമില്ല. ഏതെങ്കിലും പ്രേരണയാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് നമ്മൾ ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രേരണയിൽ എന്നൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ ദ സ്പർ ഓഫ് ദ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി എ ലീസ് ഓഫ് ലൈഫ്. എന്താ എ ലീസ് ഓഫ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻ ഓപ്പർച്യൂണിറ്റി എൻജോയ് ലോങ്ങർ ഓർ ഹാപ്പിയർ ലൈഫ്. ഒരു സന്തോഷകരമായ, ഒരു വലിയ നീണ്ട ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ ഉള്ള അവസരം. ആ അവസരത്തെ നമ്മൾ എ ലീസ് ഓഫ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് എ ലൈവ് വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ പേഴ്സൺ വിത്ത് ഇനോർമസ് എനർജി ആൻഡ് എന്ത്യൂസിയാസം. അല്ലെ, വളരെ ഭയങ്കരമായ, എന്താ ഇനോർമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭയങ്കരമായ ആക്റ്റീവായിട്ടുള്ള, വളരെ എന്ത്യൂസിയാസം ആയിട്ടുള്ള, വളരെ താല്പര്യമുള്ള, വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കുന്നതാണെന്ത്? എ ലൈവ് വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കം ഹെൽ ഓർ ഹൈ വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് എവർ ദ ഒബ്സ്റ്റക്കിൾസ് ഓർ ഡിഫിക്കൽട്സ്. എന്തൊക്കെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിക്കോട്ടെ, എന്നിരുന്നാലും എന്നർത്ഥം. അപ്പൊ കം ഹെൽ ഓർ ഹൈ വാട്ടർ എന്ന് വെച്ചാൽ വാട്ട് എവർ ദ ഒബ്സ്റ്റക്കിൾസ് ഓർ ഡിഫിക്കൽട്സ്. എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ആയാലും എന്നർത്ഥത്തിലാണ് കം ഹെൽ ഓർ ഹൈ വാട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്? എ ഡോഗ് ഇൻ ദ മാനേജർ. അതാണ് ഉദ്ദേശിക്കുന്നത് വൺ ഹു ഡിനൈസ് to others the pleasure he cannot enjoy himself. തനിക്ക് സ്വയം എൻജോയ് ചെയ്യാൻ പറ്റാത്ത പ്ലഷർ, സന്തോഷം, ആ സന്തോഷത്തെ മറ്റുള്ളവർക്ക് ഡിനൈ ചെയ്യുന്ന, അല്ലെ, ഡിനൈ ചെയ്യുന്ന ആളിനെ നമ്മൾ പറയുന്നത് എ ഡോഗ് ഇൻ ദ മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ഫ്രേസുകൾ പഠിച്ചു. ഇനി നമുക്കൊരു ആത്മപരിശോധന നമുക്ക് നടത്താം, നമുക്കറിയാമോ എന്നുള്ളത്. അപ്പൊ നോക്കാം, ഇങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. രാഹുൽ വാസ് ഇൻ എ ബ്രൗൺ സ്റ്റഡി വെൻ ഹി വാസ് ട്രാവലിംഗ് ടു ഹിസ് ഓഫീസ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ എ ബ്രൗൺ സ്റ്റഡി. ഇതിപ്പോ നമ്മൾ കൂടെ പഠിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള രീതിയിൽ ഒന്ന് കുറിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ആൻസർ പറയാം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇത് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നോക്കാം, രാഹുൽ വാസ് ഇൻ എ ബ്രൗൺ സ്റ്റഡി വെൻ ഹി വാസ് ട്രാവലിംഗ് ടു ഹിസ് ഓഫീസ്. ഇനി അടുത്ത് നോക്കാം, മോഹൻ ഹാഡ് ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ഫോർ 2 days. അപ്പൊ ഇവിടെ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്നുള്ളതിന്റെ അർത്ഥമാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്ത് നോക്കാം, ആസ് യു ആർ എ ലൈവ് വയർ
യു ക്യാൻ ചേഞ്ച് ദ മോഡ് ഓഫ് എനി സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ ലൈവ് വയർ അതിന്റെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി റോണിത് ഡിസൈഡഡ് ടു കാൾ ഇറ്റ് എ ഡേ. ഇവിടെ നമ്മൾ ഫ്രേസ് ഇഡിയംസ് കിടക്കുന്നത് കാൾ ഇറ്റ് എ ഡേ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ഹിസ് പ്രോജക്ട്സ് അറ്റ് 6 PM. അടുത്ത കം ഹെൽ ഓർ ഹൈ വാട്ടർ ഹി വിൽ ഓർഗനൈസ് ദ മൊമെന്റ്. അപ്പൊ നോക്കാം നമുക്ക് അതിന്റെ ആൻസർ. രാഹുൽ വാസ് ഇൻ എ ബ്രൗൺ സ്റ്റഡി വെൻ ഹി വാസ് ട്രാവലിംഗ് ടു ഹിസ് ഓഫീസ്. ബ്രൗൺ സ്റ്റഡി നമ്മൾ പഠിച്ചു. എന്താണത്? ടു ബി ഇൻ എ ഡ്രീമി ഓർ ഡിസ്ട്രാക്റ്റഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മോഹൻ ഹാഡ് ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ഫോർ 2 days എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ടു വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. ഇനി യു ആർ എ ലൈവ് വയർ യു ക്യാൻ ചേഞ്ച് ദ മോഡ് ഓഫ് എനി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എ ലൈവ് വയർ കൊണ്ടെന്താണ് ഉദ്ദേശിക്കുന്നത്? എ പേഴ്സൺ വിത്ത് എനോർമസ് എനർജി ആൻഡ് enthusiasm. ഇനി റോണിത് ഡിസൈഡ് ടു കാൾ ഇറ്റ് എ ഡേ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ആൾ ഹിസ് പ്രോജക്ട്സ് അറ്റ് 6 PM എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ടു സ്റ്റോപ്പ് വർക്കിംഗ്. അടുത്ത കം ഹെൽ ഓർ ഹൈ വാട്ടർ ഹി വിൽ ഓർഗനൈസ് ദ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ആ കം ഹെൽ ഓർ ഹൈ വാട്ടർ എന്നുള്ളതിന്റെ അർത്ഥം എന്തായിരുന്നു? വാട്ട് എവർ ദ ഒബ്സ്റ്റക്കിൾസ് ഓർ ഡിഫിക്കൽട്ടീസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടും തീർച്ചയായിട്ടും ഈ ക്ലാസ് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.